എൻ്റെ മോൻ പോയിട്ട് 10 വർഷമായി. ഞാൻ ഉടമ്പടി സാക്ഷ്യത്തിൽ എഴുതി, എൻ്റെ അമ്മയെ 90 ദിവസം കഴിയുന്നതിന് മുമ്പ് എൻ്റെ മോൻ എൻ്റെ വീട്ടിൽ വരണമെന്ന് ഞാൻ എഴുതി. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ സാക്ഷ്യം, എൻ്റെ പേര് അമ്മിണി. ഞാൻ ഓച്ചിറയിൽ നിന്ന് വരുന്നു. എൻ്റെ 2 മുട്ടിനും കാലുവേദനയായിരുന്നു. വർഷങ്ങൾ കൊണ്ട് ചികിത്സിച്ചിട്ടും കുറവില്ല. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാണ് 2 മുട്ടും. ഇവിടെ വന്ന് അമ്മയുടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തൈലവും പുരട്ടി ഉപ്പും കഴിച്ച് എൻ്റെ കാലുവേദന പരിപൂർണമായി മാറിക്കിട്ടി. 2 കാലിനും ഇപ്പോൾ ഒട്ടും വേദനയില്ല. 10 വർഷം കൊണ്ട് എനിക്ക് കാലുവേദനയായിരുന്നു. തടകിച്ച് അമൃതയിൽ പോയി, എറണാകുളത്ത് വള്ളിക്കാവിൽ അമൃതയിൽ പോയി ഉള്ള ആയുർവേദ മരുന്നുകൾ മൊത്തം കഴിച്ച്, എന്നിട്ടൊന്നും എനിക്കൊരു കുറവില്ലായിരുന്നു. ഇവിടെ വന്ന് അമ്മയുടെ അടുക്ക വന്ന് ഉടമ്പടിയെടുത്ത് അമ്മയുടെ മരുന്ന് തൈലവും ഉപ്പും തേനും കഴിച്ച് എനിക്കിപ്പോൾ ഒട്ടും വേദനയില്ല. ബസ്സിൽ പോലും കയറാനൊക്കത്തില്ല. എൻ്റെ വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങി എനിക്ക് പല്ല് തേക്കാൻ ഇറങ്ങാൻ വയ്യായിരുന്നു. അതേപോലെ വേദനയായിരുന്നു. അമ്മയുടെ അനുഗ്രഹത്താൽ ഇപ്പോൾ എൻ്റെ 2 കാലിൻ്റെയും വേദന സൗഖ്യമാക്കി തന്നു മാതാവ്. അതുപോലെ തന്നെ എൻ്റെ മോൻ ഗൾഫിൽ പോയിട്ട് 10 വർഷമായി. അവൻ വരത്തില്ല. പൈസ അയച്ചു തരും. വരാം ഇപ്പം വരാം, ഓണത്തിന് വരാം, ഉത്സവത്തിന് വരാം എന്നെല്ലാം പറഞ്ഞ് നിൽക്കുന്നതല്ലാതെ അവൻ വരത്തില്ല. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി സാക്ഷ്യത്തിൽ എഴുതി, എൻ്റെ അമ്മയെ 90 ദിവസം കഴിയുന്നതിന് മുമ്പ് എൻ്റെ മോൻ എൻ്റെ വീട്ടിൽ വരണമെന്ന് ഞാൻ എഴുതി. 26-ൻ്റെ അന്ന് എൻ്റെ മോൻ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീടെല്ലാം അലവലാതിയായി കിടന്നത് അതെല്ലാം വൃത്തിയാക്കി മതിലും കെട്ടി എനിക്ക് വണ്ടി എടുത്ത് തന്നേച്ച് എൻ്റെ മോൻ പോയി. അതുപോലുള്ള സൗഖ്യമാണ് എൻ്റെ അമ്മ എനിക്ക് തന്നത്. അതുപോലെ ഒരു ദിവസം എൻ്റെ വീട്ടിൽ പൈസ ഇല്ല. ഞാനിങ്ങനെ വിഷമിച്ചിരുന്നു. എൻ്റെ അക്കൗണ്ടിൽ വെറും 400 രൂപ കിടക്കുമ്പോൾ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, മോളെ നീ പോയി ആ 400 രൂപ ഇങ്ങ് എടുത്തുകൊണ്ട് പോവാ. എൻ്റെ കുഞ്ഞ് പൈസ എടുത്തുകൊണ്ട് വന്ന് അന്ന് ഞങ്ങൾ പച്ചക്കറിയും മീനും എല്ലാം മേടിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു വഴിയിൽ നിന്ന് ഇഷ്ടം പോലെ പൈസ എൻ്റെ കയ്യിൽ വന്നു ചേർന്ന്. ഞങ്ങൾ സ്വപ്നം കാണാനൊക്കാത്ത പൈസ എൻ്റെ കയ്യിൽ എൻ്റെ അമ്മ എനിക്ക് തന്നു. അതുപോലെ തന്നെ എൻ്റെ 2 നട്ടെല്ലിന് വേദനയായിരുന്നു. ഒരുപാട് മരുന്നുകൾ കഴിച്ച് ആശുപത്രിയിൽ ചെന്നപ്പോൾ TT സ്കാൻ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. ഞാനിവിടുന്ന് കരുനാഗപ്പള്ളി മെട്രോയിൽ പോയി TT സ്കാനിങ്ങിന് കയറിയപ്പോൾ ഞാൻ പേടിച്ച് അത് കണ്ട് ഞാൻ അമ്മയെ മാതാവേ എന്നും വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് അതിനകത്ത് കിടന്ന്. അപ്പോൾ ഇവിടെ ഉള്ള ആലപ്പുഴയിലുള്ള ഒരാളായിരുന്നു അതിനകത്ത് നിന്നത്. ആ മോൻ എന്നോട് ചോദിച്ചു, ഏത് മാതാവിനെയാണ് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ കൃപാസന മാതാവിനെയാണ് വിളിക്കുന്നത്. അവിടെ വരുമോ? ഞാൻ പറഞ്ഞു, ഞാൻ ആഴ്ചയിൽ വരും. ഇവിടെ എത്ര പ്രയാസപ്പെട്ടായാലും ഞാൻ ആഴ്ചയിൽ ഇവിടെ വരും. എൻ്റെ വീട് ആലപ്പുഴ അമ്മേ എന്ന് പറഞ്ഞു. അങ്ങനെ അനേകായിരം കൃപകൾ എനിക്ക് എൻ്റെ അമ്മ തരുന്നുണ്ട്. എനിക്ക് ഏറ്റവും വിശ്വാസമാണ് എൻ്റെ അമ്മ. ഞാനൊരു ഹിന്ദുവാണ്. എനിക്ക് ഇനിയും ഞാൻ എൻ്റെ ജീവിതകാലം മൊത്തം എൻ്റെ അമ്മയോടുകൂടി ചേർന്ന് ജീവിക്കും. അതാണ് എൻ്റെ സാക്ഷ്യം. നട്ടലിൻ്റെ അകൽച്ച പെട്ടെന്നായിരുന്നു നടുവേദന വന്നത്. അതുപോലെ ഞാൻ പോയി ടെസ്റ്റ് ചെയ്ത് അച്ഛനെ കണ്ട് ഇവിടെ വന്ന് ചീട്ടെടുത്ത് അച്ഛനെ കണ്ട് അച്ഛൻ തൈലം പുരട്ടി നടുവിന് പ്രാർത്ഥിച്ച് എന്നിട്ട് പറഞ്ഞ് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന്. പിന്നെ ഞാൻ വേദനയുടെ ഒരു ഗുളിക പോലും കഴിച്ചിട്ടില്ല. എൻ്റെ വേദനയെല്ലാം എൻ്റെ കൃപാസന അമ്മയും തിരുകുമാരനും കൂടെ മാറ്റിത്തന്ന് ഇനി എൻ്റെ ജീവിതകാലം മൊത്തം എൻ്റെ അമ്മയോടൊപ്പം ഞാൻ ജീവിക്കും. എനിക്ക് ഒക്കുന്ന കാലം മൊത്തം വരും. എൻ്റെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഞാൻ സാക്ഷ്യം കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന കണ്ടുകൊണ്ട് അവരെന്നോട് ചോദിക്കും, കൃപാസന മാതാവാകുവാന്നോ ഇവിടെ പള്ളി പണിയുമോ? ഞാൻ പറഞ്ഞു, വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും എന്ന് പറഞ്ഞു. എൻ്റെ മക്കൾക്കും വലിയ വിശ്വാസമാണ് ഇവിടെ വരുന്നതിനും. അവരെന്നെ ഒരുക്കി വിടും. എല്ലാ ആഴ്ചയിലും ഒക്കുന്ന സമയത്തൊക്കെ ഞാനിവിടെ വരും. ഇവിടെ വരാൻ കുളിച്ചൊരുങ്ങി പ്രാർത്ഥിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, എല്ലാവരെയും മഴവില്ല് കാണിക്കുന്നു, ഞാൻ മാത്രം ഒന്ന് കണ്ടിട്ടില്ലല്ലോ. മാതാവ് എന്നെ ഒന്ന് കാണീര്.
ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ മാതാവിൻ്റെ ഫോട്ടോ വെച്ചെടുത്ത് പ്രാർത്ഥിച്ചിരിക്കുമ്പോഴുണ്ട് മഴവില്ല ആ ഭിത്തിക്ക് തെളിഞ്ഞ്. അതൊക്കെ ഞാൻ ഓർത്ത് സങ്കടപ്പെട്ട് കരഞ്ഞു വലിയ വായില്ലേ. അപ്പോൾ എൻ്റെ മക്കൾ എണീച്ചില്ല. അവർ ചോദിച്ചെന്താ അമ്മേ? ഞാൻ പറഞ്ഞ് എന്നെ മാതാവ് മഴവില്ല് കാണിച്ച് ആ അമ്മയ്ക്ക് തോന്നിയതാണ്. ഞാൻ പറഞ്ഞല്ല, ഞാൻ കണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും എനിക്ക് എൻ്റെ അമ്മ സാധിച്ചു തരുന്നു. എനിക്കിപ്പോൾ ഒരു ദുഃഖവും ഇല്ല, ഒരു വേദനയും ഇല്ല, ഒരു പ്രയാസവും ഇല്ല. എൻ്റെ ജീവിതകാലം മൊത്തം എനിക്കാവുന്നവരെ ഞാനിവിടെ വരും. രക്തപ്രവർത്തനം ഞാനിവിടെ വന്ന് പത്രം മേടിച്ച് ആശുപത്രികളിൽ കൊണ്ട് കൊടുക്കും, വീടുകളിൽ കൊണ്ട് കൊടുക്കും. അങ്ങനെ ഞാൻ പത്രം കൊടുക്കുമ്പോൾ ആൾക്കാരെൻ്റെ കയ്യിൽ പൈസ തന്നിട്ട് പറയും പള്ളിയിൽ പോകുമ്പോൾ അവിടെ ഇട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും. ഒരു ചേച്ചി എൻ്റെ കാശ് തന്നിട്ട് പറഞ്ഞ് എൻ്റെ മോടെ കല്യാണം നടക്കുന്നില്ല, അവൾക്ക് കല്യാണം വേണ്ട, അതുകൊണ്ട് ഈ പൈസ അവിടെ ഇട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു അതിനെന്താ ഇനി തന്നേരം ഞാൻ പ്രാർത്ഥിച്ചോളാം. ബസ്സിനകത്തായാലും വരുമ്പം ഞാൻ കാശ് രൂപം പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു ചോദിക്കും എവിടെ പോന്നു? ഞാൻ പറഞ്ഞ് ഞാൻ കൃപാസനത്തിൽ പോന്നു. അപ്പോൾ അവർ പൈസ 100 രൂപ 50 രൂപ എല്ലാം എൻ്റെ കയ്യിൽ തരും. ഞാനതിവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ വേറെ വെക്കത്തില്ല, ഞാനത് പൊതിഞ്ഞ് വേറെ വെക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പൈസയുടെ കൂടെ അതാകരുതെന്നും പറഞ്ഞ് ഞാനത് വേറെ വെച്ച് അതിവിടെ കൊണ്ടുവന്ന് പൊതി അടിച്ച് കാണിക്ക വഞ്ചിക്കകത്ത് ഞാനിടും. അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഇന്നലെയും ഞാൻ പോയി 3 രോഗികളെ കണ്ട്. എന്നാലാവുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മ എനിക്ക് കൃപ തരുന്നുണ്ട്. എനിക്ക് ഇനിയുള്ള ഒരു കാലം എൻ്റെ അമ്മയുടെ കൂടെ ജീവിച്ചാൽ മതിയെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാം രാവിലെയും വൈകിട്ടും ഞാൻ പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലും, ബൈബിള് വായിക്കും. 2 വട്ടം ഞാൻ ജപമാല ചൊല്ലും. ആൾക്കാരെല്ലാം എന്നോട് ചോദിക്കുന്നു എന്തുവാ ക്രിസ്ത്യാനിയാണെന്നോ? ഞാൻ പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനിയാണ്. ആൾക്കാരൊക്കെ ഒരുപാട് പേര് കളിയാക്കുന്നവരുണ്ട്, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളവരുണ്ട്. ഞാൻ ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇന്നൊരാൾ വരാമെന്ന് പറഞ്ഞതായിരുന്നു, കക്ഷിക്ക് വരാൻ പറ്റിയില്ല. എൻ്റെ വീട്ടിൽ പെയിൻ്റ് അടിക്കാൻ വന്ന ഒരു മോനാ. അവൻ പറഞ്ഞു അമ്മേ എനിക്കും വരണം അമ്മയുടെ കൂടെ കൃപാസനത്തിൽ. ഞാൻ പറഞ്ഞു അതിനെന്താ മോനെ കൊണ്ടുപോകാൻ, ഞാൻ ചൊവ്വാഴ്ച പോകുന്നു. ഞാൻ എല്ലാ ആഴ്ചകളിലും ഇവിടെ വരും, എനിക്ക് ഒക്കുമ്പോഴെല്ലാം ഞാൻ വരും. അന്നേരം പറഞ്ഞു അമ്മ എൻ്റെ കുഞ്ഞിന് വയ്യ, അതുകൊണ്ട് ഇന്ന് വരുന്നില്ല. എൻ്റെ കൂടെ ഒരുപാട് പേര് വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാം എൻ്റെ ഈശോയും എൻ്റെ അമ്മയും എന്നെ അനുഗ്രഹിച്ചതിന് കോടാനുകോടി നന്ദി. എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ വീടിനും സമാധാനവും സന്തോഷവും. അപ്പോൾ ഞങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. സങ്കീർത്തനം 107:19 വചനമാണ്. 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 പരിശുദ്ധ അമ്മ ജീവനോടെ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അന്നോട്ട് ഇന്ന് വരെ അമ്മയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷേ 40ഓളം വർഷത്തെ ജോസഫ് അച്ഛൻ്റെ പൗരോഹിത ജീവിതവും ആത്മീയ ജീവിതത്തിൻ്റെയും ഉള്ള ആ ആസ്തി, അച്ഛൻ്റെ ആത്മീയ ജീവിതത്തിന് വേണ്ടി ചെല്ലിയ ജപമാലകളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രകാരമായിരിക്കാം ഒരുപക്ഷെ പരിശുദ്ധമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളാണ് ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ. അച്ഛൻ്റെ ആത്മീയ ആസ്തിയിലൂടെ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണവും നമുക്ക് ലഭിക്കുന്ന ആ അനുഗ്രഹങ്ങളാണ് നമുക്ക് നമ്മുടെ ഉടമ്പടി പാലിക്കുമ്പോൾ അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയും കരം നീട്ടി നമ്മളെ സഹായിക്കുന്നത്. അങ്ങനെയാണ് അമ്മിണി എന്ന സഹോദരിക്ക് പൂർണ്ണമായിട്ട് അച്ഛൻ പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞത് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നാണ്. അതും അച്ഛനോട് തന്നെ പരിശുദ്ധ അമ്മയാണ് വെളിപ്പെടുത്തി കൊടുത്തത്. അങ്ങനെയാണ് ഇന്ന് അമ്മയുടെ സാക്ഷിയായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. 10 വർഷത്തോളവും മകൻ വിളിക്കില്ലായിരുന്നു. ഈ സഹോദരി പ്രാർത്ഥിച്ച് 90 ദിവസത്തിനകം എൻ്റെ മകൻ ഫോൺ വിളിക്കണേ എന്ന് വരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മകൻ തിരിച്ചു വരികയും നല്ലൊരു ഭവനം ഉണ്ടാക്കുകയും വാഹനം മേടിക്കുകയും ഒക്കെ ചെയ്ത് അമ്മ ഈ സഹോദരി അനുഗ്രഹിച്ചു. പിന്നീടുണ്ടായിരുന്നത് ഇതിനൊക്കെ മുമ്പ് ഉടമ്പടി എടുത്ത സമയത്താണ് ആകപ്പാടെ അക്കൗണ്ടിൽ 400 രൂപയാണ്. അന്ന് വളരെ ബുദ്ധിമുട്ടുന്ന സമയങ്ങളായിരുന്നു, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിയ സമയങ്ങൾ. അപ്പോഴാണ് പറഞ്ഞ മകളോട് ഒരിച്ചിരി പൈസ അക്കൗണ്ടിൽ 400 രൂപയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് വരാനായിട്ട് ബാങ്കിൽ പോയത്. അപ്പോഴാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു നല്ലൊരു തുക കയ്യിലേക്ക് വരുന്നത്. അതും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, സ്വപ്നത്തിൽ കാണാൻ പോലും പറ്റാത്ത രീതിയിൽ അമ്മ അനുഗ്രഹിക്കുകയാണ്.
അന്ന് ആഹാരത്തിനുള്ള സാധനം മേടിക്കാനായിട്ടാണ് കാശെടുക്കാൻ പോകാൻ തീരുമാനിച്ചത്. പക്ഷേങ്കിൽ അവിടെ വലിയൊരു അനുഗ്രഹം നൽകിയാണ് അമ്മ അനുഗ്രഹിക്കുന്നത്. നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും അറിയുന്ന ഒരമ്മയാണ് കൃപാസന അമ്മ. കാനായിലെ കുടുംബത്തിലെ കാര്യം അമ്മയാണ് പെട്ടെന്ന് അറിയുകയും ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ എന്ത് പ്രശ്നമായാലും ഏത് പ്രതിസന്ധിയിലായാലും അമ്മയോട് പറഞ്ഞാൽ നമുക്ക് വേണ്ടി അമ്മയുണ്ട്, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനായിട്ട്. അമ്മ നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയിലേക്ക് കൊണ്ടുപോവുകയാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ മതി. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യമാണ് നമ്മുടെ കൂടെയുള്ളത്. പുറപ്പാടിൻ്റെ പുസ്തകം 33:16 പറയുന്നത് പോലെ, അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനഭൂമുഖത്തുള്ള മറ്റ് എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരാകുമെന്നാണ്. ഉടമ്പടി മക്കൾ മറ്റു മക്കളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. നമ്മുടെ ജീവിതത്തിലും ആ ദൈവ സാന്നിധ്യം അടുത്തറിയുവാനും കൃപാസന മരിയൻ ഉടമ്പടി കൂടുതൽ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കുവാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മിണിക്കും സഹോദരി അമ്മിണിക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആവേ മരിയ.